ആശാനെ നമസ്കാരം. നമസ്കാരം. ഇതല്ലേ ഫസ്റ്റ് ക്ലാസ് ഡ്രൈവിംഗ് സ്കൂള്? എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്നെ ആ തോമസിയോട് പറഞ്ഞു വിട്ടിട്ട് ഞാൻ വരുമായിരുന്നു. തോമസിനെയൊക്കെ ഞാനല്ലേ പഠിപ്പിച്ചത്. പുള്ളിയോട് പറഞ്ഞു ഇവിടെ ഫസ്റ്റ് ക്ലാസ് ഡ്രൈവിംഗ് ആണ്. ഫസ്റ്റ് ക്ലാസ് ഡ്രൈവിംഗ് എന്നെ ആശാനൊന്ന് പഠിപ്പിച്ചു തന്നു. തീർച്ചയായിട്ടും. ദക്ഷിണയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സെറ്റ്, എല്ലാം സെറ്റ്. എന്നാ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഇന്ന് തന്നെ തുടങ്ങിയേക്കാം. ഇപ്പൊ തന്നെ തുടങ്ങിയേക്കാം. എന്നാ ബാ, നമുക്ക് വണ്ടിയുടെ അടുത്തോട്ട് പോയേക്കാം. ആശാൻ ഒരു കടയില്ലായിരുന്നു? പിന്നെ കടയുണ്ട്, അറിയാവുന്നൊരു തൊഴിലല്ലേ, ഇതുകൂടെ പഠിപ്പിച്ചേക്കാം. നല്ല കാര്യം. വണ്ടിയെ കയറിയ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടോ നോക്കണം. അല്ല. പിന്നെ ഗിയർ വീഴോ നോക്കണമായിരിക്കും. അല്ലേ അല്ല. അങ്ങനെയാണെങ്കിൽ 4 ടയറിന് കാറ്റുണ്ടോ നോക്കണം. ഒരിക്കലും പിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. ആദ്യം നമ്മൾ ഡോർ അടയ്ക്കും. ഓക്കെ. ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം. നമുക്കെന്തിനാണ് 2 കാലുകൾ തന്നിരിക്കുന്നത്? അത് നമുക്ക് നടക്കാൻ വേണ്ടിയല്ലേ? ഒരിക്കലും ഒന്ന് ക്ലച്ച് ചവിട്ടാനും ഒന്ന് ആക്സിലറേറ്റർ ചവിട്ടാനും. ആശാൻ എനിക്കൊരു സംശയം. ഈ കാറിൻ്റെ സീറ്റ് ഇങ്ങനെ താന്നിരിക്കുന്നതുകൊണ്ടേ നമുക്ക് റോഡ് കണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റും? ന്യായമായിട്ടുള്ള സംശയം. നീ ഒരു കാര്യം ചെയ്യും, നീ കാർ ഓടിക്കാൻ, നീ ബോട്ട് ഓടിക്കാൻ പറ്റും. അന്നെ അതാകുമ്പോൾ മണ്ടയിലൊരു പെരയുണ്ട്, അതിനകത്ത് കയറി ഇങ്ങനെ ഓടിക്കാം. ആശാനെ അത് കഴിയുമ്പോൾ നിന്നെ ഡ്രൈവർ എന്നല്ല നീ അറിയപ്പെടുന്നത്, പിന്നെ ഫ്രാങ്ക്. ഫ്രാങ്കോ? ആ, മഴക്കാലത്ത് നിനക്ക് കേരളത്തിലെ റോഡിൽ കൂടെ ഓടിക്കാം, അല്ലാത്ത സമയത്ത് നിനക്ക് കായലിൽ കൂടെ ഓടിക്കാം. അത് കൊള്ളാലോ. ഒരു പിടിക്ക് 2 പക്ഷി. ഇനി നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങും. ആദ്യം നമ്മൾ ഗിയർ ന്യൂട്രലാണ്. അതിന് നമ്മൾ ഇതാണ് ഗിയർ എന്ന് പറയുന്നത്. ഗിയർ നമ്മൾ നടുക്കോട്ട് കൊണ്ടുവരുമ്പോൾ ന്യൂട്രലായി. അല്ലാശാനെ അപ്പം ക്ലച്ച് ചവിട്ടണ്ടേ? ഓരോ തവണ ഗിയർ മാറുമ്പോഴും ക്ലച്ച് ചവിട്ടണം. ആശാന്മാരത് എപ്പോഴും പറഞ്ഞു തരത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് തേനേക്കാൾ കൂടുതൽ എൻ്റെ നാക്ക് തേയും. അതുകൊണ്ടാണ്. ശരി. ന്യൂട്രായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലച്ചും ബ്രേക്കും ചവിട്ടിക്കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അപ്പം വണ്ടി സ്റ്റാർട്ടായി. എന്നിട്ട് നമ്മൾ ഈ ഗിയർ ഇടത്തോട്ട് തട്ടി മുകളിലേക്ക് പതിയെ തള്ളുമ്പോൾ ഫസ്റ്റ് പഠിച്ചല്ലോ. ഫസ്റ്റ് ഇടാൻ പഠിച്ചു. ഇനി ഈ ഫസ്റ്റേ കിടക്കുന്ന വണ്ടി നമ്മൾ ഗിയർ പതുക്കെ പുറകോട്ടുണ്ടാകും. ന്യൂട്രൽ വരും. ന്യൂട്രൽ വന്നു കഴിഞ്ഞ് നമ്മൾ നേരെ ഇടത്തോട്ട് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ട് താഴേക്ക് വലിക്കുമ്പോൾ സെക്കൻഡ് അത് നമുക്ക് ഇല്ല. അടുത്തത് നമ്മളിനി സെക്കൻഡേ കിടക്കുന്ന ഗിയർ നമ്മൾ എന്ത് ചെയ്യണം? മുകളിലോട്ട് തട്ടണം ചെറുതായിട്ട്. നടുഭാഗത്ത് വരും. അപ്പോൾ എന്തായി? ന്യൂട്രായും എടുക്കാൻ. ഇനി നമ്മൾ മുകളിലേക്ക് തട്ടിക്കഴിയുമ്പോൾ വണ്ടി എന്തായി? തേർഡിലേക്ക് കയറി. പക്ഷേ നമ്മുടെ വണ്ടിക്ക് അതില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും വണ്ടി ന്യൂട്രാക്കുന്നു. നേരെ പുറകോട്ട് കൊണ്ടുവരുമ്പോൾ ഫോർത്തിലെത്തി. പക്ഷെ നമുക്കതും ഇല്ല. ശരി. അപ്പൊ നമ്മുടെ വണ്ടിക്ക് ഫസ്റ്റ് മാത്രമേ ഉള്ളല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ക്ലാസ് ഡ്രൈവിംഗ് സ്കൂൾ.